സുരേഷ് ഗോപിക്ക് ഇതിലും വലിയൊരു നാണക്കേട് വേറെയില്ല. സഭയിൽ ബ്രിട്ടാസ് നിർത്തിപ്പൊരിക്കുന്ന കാഴ്ചയ്ക്കാണ് ടൂറിസം സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി സാക്ഷ്യം വഹിച്ചത്. ടൂറിസത്തിന് ആന തരും ചക്ക തരുമെന്നൊക്കെ വീമ്പിളക്കി തൃശ്ശൂരിനെ ലോക്സഭയിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ സുരേഷ് ഗോപിയെ കൊണ്ടായിട്ടില്ല. ബജറ്റ് അവതരണത്തിൽ ഈ കേന്ദ്രമന്ത്രിയെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല നിർമ്മല സീതാരാമൻ. പാർലമെന്റിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കുന്ന കാഴ്ചയാണ് സത്യത്തിൽ സുരേഷ് ഗോപിയുടേത്. അതേ കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ബ്രിട്ടാസ് സഭയിൽ ആഞ്ഞടിച്ചത്. ഇവിടെ പൊടുന്നനെ സുരേഷ് ഗോപി എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയും കാണാം. ഇവിടെ പ്രസംഗത്തിനെതിരെ സംസാരിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചെങ്കിലും ബ്രിട്ടാസ് അനുവദിച്ചില്ല. താങ്കളുടെ സമയം വരുമ്പോൾ സംസാരിക്കാം എന്ന് പറഞ്ഞ് ബ്രിട്ടാസ് സുരേഷ് ഗോപിയെ നിശബ്ദനാക്കി ഇരുത്തി. കേരളത്തിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി അടക്കമുള്ളവർ കേരളത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു. എന്നാൽ നമ്മുടെ ബജറ്റിൽ ധനമന്ത്രി നിരവധി ടൂറിസം സർക്യൂട്ടുകളെക്കുറിച്ച് പരാമർശിച്ചു. അതിലൊന്നെങ്കിലും കേരളത്തിന് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. സഭയിലിരിക്കുന്ന സുരേഷ് ഗോപി തന്നെ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ നിരവധി ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ ഇത്തവണത്തെ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന്. എന്നാൽ ഒന്നുപോലും കേരളത്തിന് വേണ്ടി മാറ്റിവെക്കാതെ കേന്ദ്ര ധനമന്ത്രി സുരേഷ് ഗോപിയെ അപമാനിക്കുകയല്ലേ ചെയ്തത്. സുരേഷ് ഗോപിയോടെങ്കിലും അല്പം ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു സർക്യൂട്ടെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് കനത്തിൽ പറഞ്ഞു വെച്ചു. തുടർന്ന് പച്ചക്കറി വിലക്കയറ്റം മുതൽ വയനാട് ദുരന്തത്തെ വരെ പരാമർശിച്ചുകൊണ്ടാണ് ബ്രിട്ടാസ് ഒന്ന് സീറ്റിലേക്ക് ഇരുന്നത്. ഒന്നും മിണ്ടാനാവാതെ സമയം വരുന്നത് വരെ കാത്തിരിക്കുകയാണ് സുരേഷ് ഗോപി. എന്തൊരു ഗതികേട്, അല്ലാതെന്തു പറയാൻ.